പറ്റി 2 വാക്ക്. ട്രിപ്പിനെ പറ്റി 2 വാക്ക്. പെട്ടെന്ന് തീർന്നു കാലത്ത്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ റിസോർട്ടിൽ എത്തിയിരിക്കുവാണ്. റിസോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ID കാർഡ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് കൈ കിട്ടിയേക്കുവാണ്. ശ്രീകുട്ടനൊക്കെ ഇവിടെ എന്തോ നോക്കിയിരിക്കുന്നുണ്ട്. എന്താ ശ്രീകുട്ട, സ്പായൊക്കെ തപ്പുവാണോ? സ്പായോ? അതെന്താ ബ്രോ? എനിക്കറിയില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ, അതുകൊണ്ട് ചോദിച്ചാ. ഹോട്ടലിനാണോ? ഹോട്ടലാന്ന് തോന്നുന്നു. അതേം തോന്നുന്നേ. രാവിലെ കഴിച്ചതാ. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? അൻസയൊക്കെ പോകുന്നുണ്ട്, അനീന സീറ്റ് പോകുന്നുണ്ട്. ചിക്കനെ വിളിച്ചോണ്ട് നമ്മുടെ കുഞ്ഞനന്തും ഉണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ. വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. OCD ദേ വരുന്നുണ്ട്. OCD ചിരി നോക്കൂ ഗൈസ്. നമ്മൾ ഈ കാണാൻ പോകുന്നതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെയുണ്ട്? വലിയ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ വലിയ തെളിമ കിട്ടാനുള്ള ആവശ്യം. നേരി കാണാൻ നല്ല രസമുണ്ട് അല്ലേ? ക്യാമറയിൽ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് നിനക്ക് തെളിമിട്ടായിരിക്കണേ, നീ ക്യാമറയിലല്ലേ കാണണേ. അല്ല, ഞാനും എൻ്റെ വ്യൂവേഴ്സും തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട്. കുഴപ്പമില്ല, കുറേ ക്യാമറയൊക്കെ ഉണ്ട്, അതുകൊണ്ട് സേഫായിരിക്കും. ബാത്റൂമിലും ഉണ്ടായിരുന്ന മതിയായിരുന്നു. കമോൺ. ഏത് നമ്മൾ പ്രൈവസി സെക്യൂരിറ്റി എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഫസ്റ്റ് ലുക്ക് കൊള്ളാം. TV ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു റൂമിൽ കയറി വെക്കാം. കണ്ടന്റ് റൂമിൽ കയറാണ്ട് നോക്കണം. ഇവരൊക്കെ റൂമിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അൻസാർ ടെൻഷൻ കണ്ടിട്ട് BVT എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. അനീന CGനെ റൂമിൽ നിന്ന് പുറത്തിറക്കി ഇട്ടേക്കുവാന്ന് തോന്നുന്നു. ആള് കൂടിയുണ്ട്. റൂം കിട്ടിയാ? ഇതാ പ്രശാന്തിന്റെ ബൈക്ക് ഓടുന്ന പോലത്തെ ചിരി. ഇപ്പൊ നമ്മളൊരു റൂമിലോട്ട് എൻട്രി ചെയ്യാൻ പോവാണ്. മേലോട്ട് വേണം. ആദ്യം നമുക്ക് ഈ റൂമൊന്ന് അൺബോക്സ് ചെയ്യാം. കൊള്ളാം, AC ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് റൂം സെറ്റ് ആയിട്ടുണ്ട്. ശ്രീകുട്ടനൊക്കെ ഡ്രസ്സ് മാറി തുടങ്ങി. അലക്സോടെയൊക്കെ നേക്കഡ് ബോഡിയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ കണ്ണാടി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുൾ കോസ്റ്റ്യൂമിലാണ്. നമുക്കിനി ഡ്രസ്സ് പറഞ്ഞാൽ പൂളി ചാടണം. അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ നൈറ്റ് ലൈഫ് ഉണ്ട് ഗോവയുടെ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ DJ പരിപാടിക്ക് പോകണേ. അതെ, DJ പരിപാടിക്കാണ് പോകുന്നത്. എന്നിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ നൈറ്റ് ലൈഫ് തുടങ്ങാൻ. ആദ്യം DJ പരിപാടിയല്ല, ആദ്യം ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. അപ്പം ആദ്യം നമ്മൾ ഫുഡ് കഴിക്കും, പിന്നെ DJ പരിപാടി, പിന്നെ നമ്മൾ നൈറ്റ് ലൈഫ്. കടന്നുമ്പോൾ എക്സൈറ്റഡ് ആണ് നൈറ്റ് ലൈഫിനെ പറ്റി. എന്തൊക്കെയാണ് നൈറ്റ് ലൈഫിൽ ചെയ്യുമെന്ന് ഉദ്ദേശിക്കുന്നത്? ലൈഫിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുള്ള ഉറപ്പാണല്ലേ? എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് വീഡിയോയിൽ കാണാം. ഇതാണ് ഗോവയുടെ ഒരു തെരുവിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇമാരൊക്കെ വായു ഒഴിച്ചാണ് സാധനങ്ങൾ എടുക്കുന്നത്. ഒരു സാറ് ചെവിയിലൊക്കെ ഹെഡ്സെറ്റൊക്കെ വെച്ച് പോകുന്നുണ്ട്, ചെവിയിൽ കാറ്റ് കയറായിരിക്കാം. പൂർണിമ മിസ്സാണെങ്കിൽ എല്ലാവരെയും ഒതുക്കി കറക്റ്റാക്കി കൊണ്ടുപോകാൻ ഞാൻ തല്ലാൻ തന്നെയാണ് കഴിഞ്ഞ വെച്ചത്. പൂർണിമ മിസ്സാണ് ഈ പിള്ളേരുടെ സേഫ്റ്റിയൊക്കെ നോക്കി ഒരമ്മയെ പോലെ പിള്ളേരെ പരിപാലിച്ച് കൊണ്ടുപോയി നടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മെയിൻ അങ്ങാടിയിലോട്ട് കയറുവാണ്. നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകളൊക്കെ ഇനിയുള്ളതൊക്കെ ഗോവയെ പറ്റിയുള്ളതാണ് അല്ലേ? ഗോവ. ഹായ് ഗൈസ്. ഹായ്. ടീച്ചറിൻ്റെ കൊച്ചിനോടെ പൊക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഉണ്ട്. ഈ വീഡിയോയിൽ നിന്ന് എടുക്കുന്നത് ഞാനല്ല കേട്ടോ, ശ്രീകുട്ടനാണ്. ഇമാരിവിടെ വായും പൊളിച്ച് നോക്കിക്കണ്ട്. എന്നടാ ഫുഡ് കിട്ടിയില്ലേ? ചാർലി ഇട്ടുകൊണ്ടൊക്കെയാണ് വന്നേക്കണേ.
മിനി ദുൽഖർ. Hi guys, we are in Goa. Let's enjoy. എൻജോയ്. തലയിൽ വെച്ച് ഡാൻസ് കളിക്കാം. ഇതാണ് മാർഗം കളി. ഒരു മാർഗം ഇല്ലാത്തപ്പോഴുള്ള കളി. ഇവാനിയ, ചേട്ടന്മാരൊക്കെ എന്താ കുടിക്കണേ? പാൻഡിയാ. ഹലോ ഗായ്സ്, അപ്പൊ ഇതാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ പഠിപ്പി ജസ്ന. അപ്പൊ ജസ്നയ്ക്ക് എങ്ങനെയുണ്ട് ട്രിപ്പ്? അപ്പൊ നമ്മൾ DGQ അല്ലേ, നൈറ്റ് ലൈഫ് ഒക്കെ. കന്നഡ വാങ്ങി, അതും അവള് കൊണ്ടുപോയി. ഇപ്പൊ ഞാൻ ഒരു കന്നഡ വാങ്ങി, അത് അവൻ കൊണ്ടുപോയി. എനിക്ക് കന്നഡയുള്ള കാര്യം ഇതാണ് ഒടിഞ്ഞു പോയി. അവളുടെ ഒരു കന്നഡ വിഷമം കേൾക്കുമ്പോ ഞാൻ വാങ്ങുവാരണം കൂടെ. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് കഞ്ഞി കുടിക്കാൻ വേണ്ടി പോവാണ് റെസ്റ്റോറന്റില്. അപ്പൊ നമ്മൾക്ക് ഇനി ഫുഡ് കഴിക്കണം. DJ പരിപാടി ഉണ്ട്. അതിലിപ്പോ മിസ്സിനെ എല്ലാവരോടും ഒരു കാര്യം പറയാം. 50 പേരും ആയോ? ഞാൻ പ്രത്യേകം പറയാണ്, നിങ്ങള് ഇൻഡിവിജ്വലി പറഞ്ഞ പോലെ എല്ലാ ഗ്രൂപ്പായിട്ട് വരുമ്പോ പറഞ്ഞിരിപ്പിച്ചാട്ടോ ഗൈസ്. കേട്ടോ, ഈ തിരിച്ചു വരുമ്പോ I may look peaceful, but don't provoke the beast. ശ്രീകുട്ടനെ പറ്റിയാന്ന് നീ എവിടെയെങ്കിലും ശ്രീകുട്ടനെ തന്നെ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ DJ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ നൈറ്റ് ലൈഫാണ് പോകുന്നത്. അപ്പോൾ DJ പരിപാടി ഫുൾ വൈബായിരുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ നൈറ്റ് ലൈഫിലേക്ക് കിടക്കുവാണ്. നൈറ്റ് ലൈഫിലേക്ക് പോകാൻ നിൽക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് നമ്മുടെ പാക്കേജ് ചേട്ടൻ. പാക്കേജ് ചേട്ടൻ ചേട്ടോയ്, പേരെന്താ? ആ, ജോഷ ചേട്ടൻ്റെ പാക്കേജിലാണ് നമ്മൾ വന്നേക്കുന്നത്. പരിപാടിയൊക്കെ നൈസായിരുന്നു അല്ലേ? നൈസ് പരിപാടി. അപ്പൊ നമ്മൾ നൈറ്റ് ലൈഫിലേക്ക് കിടക്കുകയാണ്. ഓരോരുത്തരെയും വ്യക്തമായിട്ട് അറിയാം. മിസ്സിന്റെ കൺസേൺസ് ആണ് മിസ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വൈബ് തന്നെ എൽസൺ, വൈബ് തന്നെ. ബീച്ച് എവിടെയാ? ബീച്ച് എവിടെ? നിങ്ങൾ ബീച്ച് കാണുന്നുണ്ടോ? ഗേൾസിനെതിരെ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ മീരെ? ഗേൾസിനെതിരെ മിസ്സിങ്ങിനെയൊക്കെ പറഞ്ഞ മോശമല്ലേ? ഫോണിൻ്റെ ഓണറാണ് എന്ത് നടക്കണത്. ചാർലി കോസ്റ്റ്യൂമിലൊക്കെ വന്നാണ് ഇപ്പം മൊത്തം ഊരി കളഞ്ഞിട്ടുണ്ട്. ചാർലി മാറി ചപ്രി ആയിട്ടുണ്ട്. യാങ്സിൻ്റെ എൻട്രിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ബാഗ ബീച്ച് എത്തിയിരിക്കുകയാണ്. ബാഗ ബീച്ചിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല റെഡ് ലൈറ്റിക്കോടെയൊക്കെയാണ് നമ്മുടെ യാത്ര. അയ്യോ, ബാഗ ബീച്ച് എത്തിയില്ല. ബാഗ ബീച്ചിൻ്റെ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ എത്തിപ്പെട്ടത്. അത് റിസോർട്ടിലേട്ടായിരുന്നു.
ശുപ്പാണ്ടി അല്ല വിനോട്ടിന്റെ ആരാ പറഞ്ഞേ അൽഫാമായ അതിനോട് അങ്ങനെ പറഞ്ഞ നീ ഇത് കയറണേ എന്ത് സത്യമായിട്ട് പച്ചവെള്ളത്തിന് ഒരു ഡാൻസ് കളിക്കാം അലിൻ ജോസ് പെരേരയുടെ അതല്ല ലൈറ്റിന്റെ ഉള്ളിൽ കയറി ഇങ്ങോട്ട് വരാൻ പറ പറഞ്ഞല്ലേ ഇതൊക്കെ അല്ലേ നമ്മുടെ മെമ്മറി DJ അടിപൊളിയായിരുന്നു. എന്റെ മുണ്ടൊക്കെ വിനോദിനെ കണ്ടില്ല ബിനോട്ട് അടിപൊളിയായിരുന്നു. DJ അടിപൊളി. അതെ അടിപൊളി മാസ്. ബിനോട്ടിന്റെ പട്ടിക്കുട്ടി പട്ടിതള്ള. ബാഗ ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. ബാഗ ബീച്ചിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാഗ ബീച്ചിനെ പറ്റി രണ്ടു വാക്ക് അറിയാൻ പാടില്ല. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മളും ആദ്യമായിട്ടാണ് വരുന്നത്. ഇത്ര കസേര ഇരിക്കാമെന്ന് തോന്നുന്നു. പിന്നെ ബീച്ചിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ഇതൊരു അലക്ക ആരോ അഴിച്ചിട്ട് പോയതാന്ന് തോന്നുന്നു. വെള്ളം ഷൂ ഇതിന്റെ ചെട്ടി ഒരു വൃത്തിയില്ലായ്മ ഫീൽ ചെയ്യണ്ടല്ലേ. ഇതൊക്കെ വർക്കല തന്നെയായിരുന്നു വൈബ്. ഇവിടെ കുറച്ച് വൃത്തിക്കുറവുണ്ട്. ഓ അത് ശരി. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു. ഞാനൊരു പൊട്ടൻ. വെറുതെ പൊട്ടക്കളിക്കുമായിരുന്നു. ഗായ്സ്, അപ്പൊ ഇനി ഓട്ട മത്സരമാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും തന്നെ അണിനിരന്നിരിക്കുകയാണ്. വേഗമാവട്ടെ, ടൈമില്ല. അരേ ഇജേ പറ്റിച്ചു ഗായ്സ്, ഞങ്ങളെ പറ്റിച്ചു. മാതാമ്മമാര് പോയിട്ട് മാതാമ്മമാരുടെ പൂട പോലും ഇല്ല ഇവിടെ. മാതാമയാണോ അൻസ അഭിനയിക്കാന്ന് പറയുന്നുണ്ട്. മലയാളി മതം മതിയോ? മലയാളി മതം മതിയോ? ഏ മാഡം ഈ ബായ് ഇത്ര നേരം ഉണ്ടായില്ല ഇവിടെ. അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കാ. ഗേൾസിന് ഫ്രീ എൻട്രി വെറുതെ ഇവൻ ഡ്രസ്സൊക്കെ മാറി. നീ സാരി എടുത്തല്ലേ ഏറിയത്? നിങ്ങൾ പോകുന്നില്ലേ? ഹലോ ഗായ്സ്, ഇവളാണ് ഇപ്പം സ്വയം പ്രഖ്യാപിത മദാമേ. അങ്ങനെ ചോദിക്കില്ല. ഇത് കോളനി മദാമയാന്ന് തോന്നുന്നു സംസാരം കേട്ടത്. ഫ്ലാഷ് അടിക്കും കാണട്ടെ. എടാ അപമാനിക്കല്ലടാ. മദാമ തന്നെ ശരിയാ ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ ഗോവ ട്രിപ്പ് 3-ാമത്തെ ദിവസമല്ലേ? ഡേ 3 നൈറ്റാണ്. കാര്യം പറഞ്ഞാൽ 12 മണി കഴിഞ്ഞു. പക്ഷെ എന്നാലും ഇനിയിപ്പോൾ നാളത്തെ ഇങ്ങോട്ട് ഒരു രാവിലത്തെ കൂടെ കഴിഞ്ഞാൽ തീർന്നു. അയ്യോ സൺസ്ക്രീൻ. ഓ മൈ ഗോഡ്. ഒരു ഇൻട്രോ പറയാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഗോവയുടെ ലാസ്റ്റ് ഡേ ആണ്. ജെഫിൻ ബ്രോയാണ്. യെസ്, ഐ ആം ജെഫിൻ ബ്രോ അഥവാ ബന്ധാരം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വെള്ളം കുടി. ജിസ ഇവിടെ ബാക്കിയുള്ളവരെ സഹായിക്കുന്നുണ്ട് വെള്ളം കൊടുത്ത്. തൊപ്പിക്കാരൻ്റെ ഇതിന് കുതിര സവാരി എന്നാ റേറ്റ് ആയി ഇതിന്? പൈസ നോക്കിയില്ല. പേശി അമ്മാര് അവസാനം ഫ്രീ ആയിട്ട് അത് അത്രേ ഉള്ളൂ. 80 പറഞ്ഞു തുടങ്ങിയ 80 അല്ലല്ല 80 നമ്മൾ പറഞ്ഞു. 200 മൈ ഗോഡ്,
സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബാറോസൊക്കെ ഷൂട്ട് ചെയ്ത ഗുഹയിലല്ല ഫോർട്ടിലായിട്ടാണ്. അപ്പോൾ ആ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഷുപ്പാണ്ടി ഉണ്ട്. ഷുപ്പാണ്ടി ഒരു ഹായ് കൊടുക്കും. അതുപോലെ ഷാജിപടി ഉണ്ട്. ഷാജിപടിയുടെ ഉമ്മയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻട്രി ആണ്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലോട്ട് കിടക്കാം. പ്രാചീന ലുക്കൊക്കെ ഉണ്ട് ഇതിന് അല്ലേ ഷാജി? ഒരു ഓൾഡ് സെറ്റപ്പാണ്, നമുക്കറിയാം ഫോട്ടോ എന്ന് പറയുമ്പോൾ തന്നെ. എന്നാലും ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ സങ്കൂരം ബീച്ചിലെത്തിയേക്കാണ്. അതിയായ ചൂടാണ്. അതും എത്രയാണ് 12-20 അടുത്തുള്ള സമയം. പിന്നെ വൈകുന്നേരം കാണാം. ഇവനാണോ അതെ? നമ്മുടെ ട്രിപ്പ് അവസാനിക്കാൻ പോവാണ്. അവസാനത്തെ നിമിഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോവയിൽ പോയപ്പോ മീശ വരുമെന്ന് മനസ്സിലായില്ലേ? പിന്നെ ഞങ്ങള് ഇവനെ ഇടക്ക് വെച്ച് ഇറക്കി വിടുവാണ്. ഞങ്ങളെ കാലുവാണ് ഇറങ്ങണേ. ഇവര് ഞങ്ങള് ചാലക്കുടിയിൽ ചാടിച്ചിടാൻ പോവാണ്. അങ്കമാലി ചാടിച്ചിടാൻ പോവാണ്. ഇവന്റെ സ്ഥലത്താണ് പ്ലെയിനിന്റെ ഫ്രണ്ടിലത്തെ ടയർ വളയ്ക്കണത്. ഇവന്റെ സ്ഥലത്താണെന്നാണ് ഇവനെ അവകാശപ്പെടുന്നത്. ടൂർ എങ്ങനെയുണ്ടായി പൂജ? നല്ല ടൂറായിരുന്നു. ചീങ്കണ്ണി ഇറങ്ങുന്നതിന്റെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കള്ളുപിടിച്ച മത്സരമല്ലടാ, കള്ളുപിടിയാണ്. ഇവനാണ് ഏറ്റവും കൂടുതൽ കള്ളടിച്ച്. പിന്നെ ഇവനാണ് സിംഗമ വാള് ചേർന്ന വേറൊരു വാണം. അത് മാന്യതാട്ടല്ലേ? സ്വാഗതം പറഞ്ഞ ചേട്ടാ സിനിമ നടനോ? ഇയാള് മീശ
ട്രിപ്പിനെ പറ്റി 2 വാക്ക്. ഒന്നും പറയാനില്ല. ഞാൻ IV ആഘോഷിച്ചതിനേക്കാൾ നന്നായിട്ട് ഞാൻ ഇത് ആഘോഷിച്ചതാണ് എനിക്ക് തോന്നുന്നത്. IV ആഘോഷിച്ചതിനേക്കാൾ IV അത്ര നല്ലപോലെ ആഘോഷിക്കാൻ പറ്റില്ല കുറച്ച് കാര്യങ്ങളാണ്, പക്ഷെ വൈബേഷായിരുന്നു. അത്രയ്ക്ക് പറയാറുണ്ട്. 2 വാക്ക് പറഞ്ഞേ ആദ്യം നിനക്കൊന്ന് പറയണോന്ന്. 2 വാക്ക് പറയാൻ. അടിപൊളിയായിരുന്നു. ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. കൊള്ളാം, നൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട്. നീരാമോളെ ട്രിപ്പിനെ പറ്റി 2 വാക്ക്. ഐവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അടിപൊളി ട്രിപ്പ് തന്നെയായിരുന്നു. കാരണം ഐവിക്കാണെങ്കിൽ പേഴ്സണലി എനിക്ക് വലിയ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം മറ്റേ ഡേയ്സും കുറവായിരുന്നു. ഈ പ്രാവശ്യം എൻജോയ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജോയ് ചെയ്തു. പക്ഷെ ഹെൽത്ത് വെച്ച് നോക്കുമ്പോൾ എനിക്കിപ്പോഴും തൊണ്ടേ ഒച്ചയൊന്നുമില്ല. സോ താങ്ക് യു പറയാനുള്ള നിങ്ങളൊക്കെയാണ്. നിങ്ങളൊന്നും ഇല്ലാതെ ട്രിപ്പ് ഇത്രയും മൂടിയായിരുന്നു. താങ്ക് യു. കമ്പയർ ടു ഐവി നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ടേസ്റ്റ് കുറവായിരുന്നു. പിന്നെ ഫുഡൊക്കെ കുറച്ച് മോശമായിരുന്നു. ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഇനി നമുക്ക് മിസ്സുമാരുടെ ചോദിക്കാം എക്സ്പീരിയൻസ് എന്താണ്, എന്താ പറയുന്നത്, എങ്ങനെയുണ്ടായിരുന്നു 5 ദിവസത്തെ ഗോവ ട്രിപ്പ്? പറ സൂപ്പർ സൂപ്പർ എന്ന് പറയാം. സൂപ്പർ ആയിരുന്നു. സൂപ്പർ സൂപ്പർ ആയിരുന്നില്ലേ? നന്നായിട്ട് എൻജോയ് ചെയ്തു. എൻ്റെ 2022-25 BCA BSCയുടെ കൂടെ 5 ദിവസം പോയതറിയാതെ. മിസ്സാർന്ന് ഞങ്ങളെക്കാളും കൂടുതൽ എനർജറ്റിക്. യെസ്, അങ്ങനെയല്ലേ വേണ്ടേ? നിങ്ങൾക്ക് എനർജി തരണമെങ്കിൽ ഞാൻ എനർജറ്റിക് ആവണ്ടേ? യാത്രയുടെ വിരസത ഒഴിച്ചു നിർത്തിയ നമ്മുടെ ഡൽഹി ഗോവ ട്രിപ്പ് തീർച്ചയായും നല്ല നല്ല ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സ്റ്റാർട്ടിങ് തൊട്ട് നല്ല എനർജി ആയിരുന്നു. ലാസ്റ്റ് ആയപ്പോഴേക്കും നമ്മുടെ എനർജി ഒക്കെ ലോ ലെവലിലേക്ക് നടക്കുന്നു. അത്ര എൻജോയ് ചെയ്തു എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഓവറോൾ 2 വാക്ക്. ഭയങ്കര 5 ദിവസം പോയത് എൻജോയ്മെന്റും കാര്യങ്ങളുണ്ടെങ്കിൽ ഭയങ്കര രസമുണ്ടായിരുന്നു. കുറേ ചിരിച്ചു, കുറേ നാൾക്ക് ശേഷം കുറേ ചിരിച്ചു. എല്ലാവരുമായിട്ട് ഒരുമിച്ച് കുറേ ദിവസം ഗോവയുടെ ട്രിപ്പിനെ പറ്റി 2 വാക്ക്. ട്രിപ്പിനെ പറ്റി 2 വാക്ക്. കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അവസാനമായപ്പോഴത്തേക്കും ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഓഫാണ്ട് വന്നു. പിന്നെ എല്ലാം മുപ്പായിരുന്നു. ചേട്ടനുണ്ടായിരുന്നോ? കൂടെ ഉണ്ടായിരുന്നോ? ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നോ? ശരിയേട്ടാ. ചേട്ടാ ഇറങ്ങോടെ ഉണ്ടായിരുന്നു. ശരി, എന്തേലും പറയാൻ ട്രിപ്പിനെ പറ്റി 2 വാക്ക്. ട്രിപ്പിനെ പറ്റി 2 വാക്ക്. ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ഭാഗ്യകാരൻ ആൾക്ക് മര്യാദയ്ക്ക് നിൽക്കാൻ പോലും പറ്റാനുള്ള. ജെഫിനെ ട്രിപ്പിനെ പറ്റി 2 വാക്ക്. ജെഫിൻ കരയാറൊക്കെ ആയിരുന്നു ട്രിപ്പ് കയറുന്നത്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ട്രെയിനൊക്കെ ഇറങ്ങി നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തിയേക്കുവാണ്. ആലുവ എത്തി. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും തിരിച്ചു പോയാണ്. 5 ദിവസം പോയത് അറിഞ്ഞില്ല. നമ്മുടെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ശരിയാണ്. கொஞ்சம் எல்லாரும் உங்கள் லைஃப்பை ஒரு நிமிஷம் ரீவைண்ட் பண்ணி பாருங்க. மனம் ஏங்குதே வாராமல் தாராமல் மனம் எங்கோ போகுதே. வாராமல் தாராமல் மனம் எங்கோ போகுதே. ஞாபகம் போது
ஏங்குதே